ഒരാളെ വീടിൻ്റെ മുറ്റത്ത് വെയിൽ ആയാൻ പോയി കിടക്കണം കേട്ടാ. ഇതൊക്കെ ബാക്കിയുള്ള രണ്ടുപേരും തണുപ്പത്തും. നമ്മുടെ തക്കുട് കോഴി എവിടെയെന്നറിയോ? തക്കുട് കോഴി ഇതാ വണ്ടീൻ്റെ മേലെ കയറി നിൽക്കണം. കൊഞ്ചി ഇവിടെ വാ, കൊച്ചി ഇവിടെ വാ. എവിടെ പോയതാ കൊച്ചിയെ? ഇവിടെ വായോ. എവിടെ പോയതാ കൊഞ്ചി? ഡിയേ ഡിയേ ഡിയേ. ഇവിടെ ഇത്രയും കിടക്കാൻ സ്ഥലം ഉണ്ടായിട്ട് ഇവരെ അമ്മയും മക്കൾക്കും റോഡേ പറ്റുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പട്ടി നമ്മുടെ സുന്ദരി ആയിക്കോട്ടെ, വണ്ടികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളുടെ ഇടയിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്താം. ബാപ്പ പറയണ്ടായിരുന്നു സുന്ദരൻ്റെ ഇടുപ്പിൽ കൂടെ ഈ ഇടയ്ക്ക് ബൈക്ക് കയറിയെന്ന്. ഇതിപ്പോൾ അതാ ഇവളാണ്. ഹലോ ഹലോ. കൈ തരാൻ ഫസ്റ്റാണ് കേട്ടോ. നമ്മളെ കാണുമ്പോഴത്തേനും കൈയെടുത്ത് ഇങ്ങനെ മേലേക്ക് കയറും. ഇതിടി കൈത്താ സുന്ദരി കൊഞ്ചി കൈത്താ. ഡീ വാവേ കൈത്താ. കൈ തരാനുള്ള മൂഡ് ആൾക്ക് കാണാനില്ല. മണത്തോണ്ടിരിക്കണം. തക്കുടു അടുക്കള വഴി ഉള്ളിക്ക് കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കണം. നോക്കിയേ തക്കുവേ, തക്കുടു ഇവിടെ വാ. ഡേ 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 ഇങ്ങടെ ഇങ്ങടെ ഇങ്ങടേക്ക് ഇങ്ങടെ 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 കൊഞ്ചേ. അടി കിട്ടുള്ളൊക്കെ അറിയാം അല്ലേടാ. നമ്മുടെ കൊഞ്ചിയും നമ്മുടെ ഈ ചെക്കനും തമ്മിൽ ചേർന്നില്ല കേട്ടാ. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും നല്ല പ്രശ്നമാണ് അല്ലേ അല്ലേടാ. ബാ ബാ. അവനിക്കിപ്പോൾ ആ പെണ്ണിനെ കിട്ടിയതുകൊണ്ട് ഇപ്പം അവനിക്ക് എന്നെ വേണ്ട, എൻ്റെ അടുത്ത് വരണില്ല. ആ കൂവട്ടെ, പോരട്ടെ കൂവല്. ഇവിടെ ഇങ്ങനെ മോട്ടറിൻ്റെ വെള്ളം നിറഞ്ഞിങ്ങനെ പോകുന്നത് കൊണ്ട് ഈ ഒരു ഭാഗം എപ്പോഴും നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ വെള്ളം വെച്ചിട്ട് പണിയാണ് ഈ കുഴി കുത്തി വെച്ചിരിക്കുന്നത്. ഇതാണ്ടില്ല, ഇവിടെയൊക്കെ ഓരോ ഭാഗത്തും കുഴി കുത്തി വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഓരോ ഭാഗത്തും കുഴി കുത്തി വെച്ചിരിക്കുന്ന വെള്ളം വെച്ചിട്ട് പണിയാണ്. അപ്പോൾ ഇങ്ങനത്തൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം.